നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. കഴിഞ്ഞ ചില നാളുകളായി പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി യാക്കോബിൻ്റെ 12 മക്കളിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ലേവിയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കീഴിൽ യഹോവയാം ദൈവത്തെ ആരാധിച്ചു വന്ന ലേവിയ പൗരോഹിത്യ ജനങ്ങളും വിശുദ്ധ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരാകുന്ന നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനജലത്താൽ കഴുകപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന രാജകീയ പൗരോഹിത്യ ജനവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു താരതമ്യം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ദൈവമക്കൾ ഗ്രഹിക്കുന്നത് ആവശ്യം എന്ന ബോധ്യം വന്നതിനാൽ വിഷയം തുടരുന്നു. നമ്മൾ അന്ധകാരത്തുനിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ലക്ഷ്യം ആ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിക്കുക എന്ന് മാത്രം. എവിടെ? ലോകം എല്ലാം. ആരോട്? സകല സൃഷ്ടികളോടും. എന്ത്? യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ മുഴുവൻ. ഇടയിൽ വന്നു കയറിയ സിനഡുകളും സുന്നഹദോസുകളും ഒക്കെ അവരവരുടെ താല്പര്യമനുസരിച്ച് ഉണ്ടാക്കി ഭേദഗതി വരുത്തിയും കൂട്ടിച്ചേർത്തും വയ്ക്കപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുക അല്ല. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്. തുടരാം. ലേവ്യ പൗരോഹിത്യ ജനത്തിൻ്റെ ഗോത്രങ്ങളും അവരുടെ 13 ഗോത്രങ്ങളുടെ 7 വിധ ക്രമീകരണങ്ങളും പെട്ടകത്തിൻ്റെയും അതിനോട് ചേർന്നുള്ള ആരാധനാകേന്ദ്രമാകുന്ന സമാഗമന കൂടാരത്തിലെ അനുബന്ധ ഉപകരണങ്ങളുടെയും സ്ഥാനങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ പ്രസ്താവനയിൽ 13 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, വചനവിരുദ്ധമായതും അല്ല. യാക്കോബിൻ്റെ മക്കൾ 12 എന്നാൽ യോസേഫിന് 2 മക്കൾ, അവൻ്റെ ഭാര്യയായിരുന്ന അസ്നേത്ത് മനശ്ശെയെയും എഫ്രയീമിനെയും പ്രസവിച്ചു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-52 വാക്യങ്ങൾ. മിസ്രയീമിൽ ജനിച്ച ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. വാക്കിനും പേരിനും അർത്ഥമുണ്ട്. പിതൃഭവനമൊക്കെയും യഹോവ എന്നെ മറക്കുമാറാക്കി. എഫ്രയീം എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എനിക്ക് വർധനവ് തന്നു. ലേവിയെ മാറ്റി നിർത്തി യോസേഫിൻ്റെ 2 മക്കളാകുന്ന മനശ്ശെയെയും എഫ്രയീമിനെയും കൂട്ടിച്ചേർത്ത് 12 ഗോത്രങ്ങളും. ലേവി ഗോത്രം പൗരോഹിത്യ ഗോത്രമാകിയാൽ അവരുകൂടെ ചേർത്താണ് 13 ഗോത്രങ്ങൾ എന്ന് ഞാൻ മുകളിൽ പറഞ്ഞത്. ഒന്നാമത്, അവരുടെ ജനനമുറ, ഓർഡർ ഓഫ് ബർത്ത്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 31 മുതൽ 30-ാം അധ്യായം 24-ലും 35-ാം അധ്യായം 1-ാം വാക്യത്തിലും 41-ാം അധ്യായം 51-ലും 52-ലും എഴുതിയിട്ടുണ്ട്. ആദ്യ ജാതൻ രൂബേൻ, അമ്മ ലേയ. ഉൽപ്പത്തി പുസ്തകം 29-32. അവരുടെ ജനനത്തിൻ്റെ മുറയനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. 2-ാമൻ ശിമയോൻ, അമ്മ ലേയ. ഉൽപ്പത്തി പുസ്തകം 29-33. 3-ാമൻ ലേവി, അമ്മ ലേയ.
ഉൽപ്പത്തി പുസ്തകം 29:34. നാലാമൻ യഹൂദ, അമ്മ ലേയ, ഉൽപ്പത്തി പുസ്തകം 29:35. അഞ്ചാമൻ ദാൻ, അമ്മ റാഹേലിൻ്റെ ദാസി ബിൽഹ, ഉൽപ്പത്തി പുസ്തകം 30:6. ആറാമത് ജനിച്ചത് നഫ്താലി, റാഹേലിൻ്റെ ദാസിയായിരുന്ന ബിൽഹ. അവളാണ് ആറാമത്തെ മകനായ നഫ്താലിയുടെ അമ്മ, ഉൽപ്പത്തി പുസ്തകം 30:8. ഏഴാമൻ ഗാദ്, അമ്മ ലേയയുടെ ദാസി സിൽപ, ഉൽപ്പത്തി പുസ്തകം 30:11. എട്ടാമത്തെ മകൻ ആഷേർ, അമ്മ ലേയ, ഉൽപ്പത്തി പുസ്തകം 30:13. ഒൻപതാമൻ ഇസാഖാർ, അമ്മ ലേയ, ഉൽപ്പത്തി പുസ്തകം 30:18. പത്താമൻ സബൂലൂൻ, അമ്മ ലേയാണ്, ഉൽപ്പത്തി പുസ്തകം 30:20. 11ാമത്തെ മകൻ യോസെഫ്, അമ്മ റാഹേലാണ്, ഉൽപ്പത്തി പുസ്തകം 30:24. 12ാമൻ ബെന്യാമീൻ, അമ്മ റാഹേലാണ്, ഉൽപ്പത്തി പുസ്തകം 35:18. യോസെഫിൻ്റെ 2 മക്കളെക്കുറിച്ച് നാം മുന്നമേ കണ്ടു. മനശ്ശെ, അമ്മ ആസ്നത്ത്, പൊത്തിഫേറയുടെ മകൾ. 2ാമൻ എഫ്രയീം, അമ്മ ആസ്നത്ത്, ജന്മസ്ഥലം ഇരുവരുടേതും മിസ്രയീം. മറ്റേ 12 മക്കളുടെ യോസേഫ് ഉൾപ്പെടെ വാഗ്ദത്ത ദേശത്ത് ജനിച്ചു. അടുത്ത ഭാഗം ജനനമുറ, 2ാം ഭാഗം ഉൽപ്പത്തി പുസ്തകം 35:23-29. ഒന്ന് ശ്രദ്ധിക്കുക. പലയിടങ്ങളിൽ വംശാവലികൾ എഴുതിയിട്ടുള്ളപ്പോൾ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് നാം ഇവിടെ പഠിക്കുന്നത്. ഒന്നാമത് രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബുലൂൻ. ഇവർ എല്ലാവരും ലേയയുടെ മക്കൾ 6 പേർ. അടുത്തത് യോസേപ്പും ബെന്യാമീനും, റാഹേലിൻ്റെ പുത്രന്മാർ 2 പേർ. മൂന്നാമത്തെ ദാനും നഫ്താലിയും, ബിൽഹയുടെ പുത്രന്മാർ 2 പേർ. നാലാമത് ഗാദ്, ആശേർ, സിൽപ്പയുടെ പുത്രന്മാർ 2 പേർ. അടുത്ത മുറ നോക്കുക. യാക്കോബിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുറ നോക്കണം. ഇതുവരെ നമ്മൾ പഠിച്ചത് ശാരീരികമായി ജഡികമായി ജനിച്ച ഒന്നാമത്തെ 12, പിന്നത്തേത് 4 മുറകളിൽ ലേയും റാഹേലും അവർ ഇരുവരുടെയും ദാസിമാരുടെയും മക്കൾ എപ്പോൾ, എങ്ങനെ, ആർക്ക്, എത്ര പേർ ജനിച്ചു. മൂന്നാമത് പഠിക്കുന്നത് യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലം വന്നപ്പോൾ മക്കളെ അനുഗ്രഹിച്ച ആ വിഷയം, ഓർഡർ ഓഫ് ബ്ലെസ്സിങ്സ്. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, സെബുലൂൻ, ഇസാഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, യോസേപ്പ്, ബെന്യാമീൻ. ഉൽപ്പത്തി പുസ്തകം 49 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അനുഗ്രഹം നടന്നത് മിസ്രയീമിൽ വെച്ച്. അടുത്തത് 400 സംവത്സരങ്ങൾ മിസ്രയീം വാസം കഴിഞ്ഞ് മരുഭൂമിയിൽ വന്ന് 40 വർഷത്തെ ആരാധനയും കഴിഞ്ഞ ശേഷം ദൈവപുരുഷനായ മോശയുടെ ജീവാവസാനത്തിൽ ബ്ലെസ്സിങ്സ് ഓഫ് മോസസ് ടു ദ ട്രൈബ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 6 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഓർഡർ നോക്കുക. ഒന്നാമത് രൂബേൻ, രണ്ടാമത് യഹൂദ, മൂന്നാമത് ലേവി, നാലാമത് ബെന്യാമീൻ. ബെന്യാമീൻ 12ാമത്തെ മകനാണ്, പക്ഷേ ഇവിടെ 4ാമത്തെ മകനായി മാറി അനുഗ്രഹത്തിൽ. യോസേപ്പ് 5ാമത്, എഫ്രയീം 6ാമത്, മനശ്ശെ
ഏഴാമത് സെബുലൂൻ, എട്ടാമത് ഇസാക്കാർ, ഒൻപതാമത് ഗാദ്, പത്താമത് ദാൻ, പതിനൊന്നാമത് നഫ്താലി, പന്ത്രണ്ടാമത് അവസാനമായി ആശേർ. ഇനിയും അഞ്ചാമത് വേറെ ഒരു ഓർഡറുണ്ട്. വംശാവലി പേർവഴി ചാർത്തലിൻ്റെ ക്രമത്തിൽ ഓർഡർ സെൻസസ്. അത് മരുഭൂമിയിൽ വെച്ചാണ്. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 20 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഓരോ ഗോത്രത്തിൻ്റെ എണ്ണവും എത്ര പേർ 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ എണ്ണപ്പെട്ടവർ ഉണ്ട് എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് രൂബേൻ 46,500 പേർ. രണ്ടാമത് ശിമയോൻ 59,300 പേർ. മൂന്നാമത് ഗാദ് 45,550 പേർ. നാലാമത് യഹൂദ 74,600 പേർ. അഞ്ചാമത് യിസാഖാർ 54,400 പേർ. ആറാമത് സെബൂലൂൻ 57,400 പേർ. ഏഴാമത് എഫ്രയീം 40,500 പേർ. എട്ടാമത് മനശ്ശെ 32,200 പേർ. ഒൻപതാമത് ബെന്യാമീൻ 35,400 പേർ. പത്താമത് ദാൻ 62,700 പേർ. പത്താമത് ആശേർ 47,500 പേർ. പന്ത്രണ്ടാമത് നഫ്താലി 53,400 പേർ. ഇവിടെ പേർവഴി ചാർത്തലിൻ്റെ വിഷയത്തിൽ ലേവി ഗോത്രത്തിൻ്റെ പേർ കാണുന്നില്ല. ഇത്രയും ആളുകൾ 12 ഗോത്രങ്ങളിൽ നിന്നും 20 വയസ്സ് മുതൽ യുദ്ധസന്നദ്ധരും പ്രാപ്തരും ആയവരത്രേ. ലേവി ഗോത്രത്തെ മറ്റു ഗോത്രങ്ങളിലേതുപോലെ 20 വയസ്സ് മുതൽ എണ്ണാതെ, ഇവിടെ ശ്രദ്ധിക്കണം, രാജകീയ പുരോഹിത വർഗം ജനിച്ച ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ളവരുടെ എണ്ണം മുഴുവൻ എടുത്തു. അവരുടെ എണ്ണം നോക്കുക. പൗരോഹിത്യ ഗോത്രത്തിൽ നിന്ന് യുദ്ധത്തിന് പോകാതെ ആരാധനയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ജനിച്ച ഒരു മാസം മുതൽ പ്രായമുള്ളവരുടെ എണ്ണം. ആത്മീയ കോളത്തിലും ഇതൊരു വലിയ വിഷയമാണ്. വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ചു പുതുജനനം പ്രാപിച്ച ദൈവമക്കൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടല്ല ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. ജനിച്ച നിമിഷം മുതൽ ആത്മീയ ശുശ്രൂഷയിൽ അവർ പ്രവേശിക്കുന്നു. സ്തോത്രം 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 എന്ന ഒരു യാഗം കഴിച്ചാൽ അത് ദൈവസിംഹാസനത്തിൻ്റെ മുൻപിൽ അത് ധൂപമായും പ്രാർത്ഥന ധൂപമായും ഇവിടുത്തെ ശുശ്രൂഷകൾ യാഗമായും പരിണമിക്കുന്നു. നോക്കുക, ലേവിയുടെ മക്കളിൽ ഗർശോന്യർ 7,500, കെഹാത്യർ 8,600, മെരാരിയർ 6,200. മൊത്തം ലേവി ഗോത്രത്തിൽ ഒരു മാസം മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവർ 22,000 പേർ. ഒരു മാസം മുതൽ എണ്ണപ്പെട്ടവരുടെ വിഷയം രൂബേൻ മുതൽ നഫ്താലി വരെയുള്ള 12 ഗോത്രങ്ങളിൽ വെച്ചിരുന്നുവെങ്കിൽ അവരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു. ഇവിടെ അടുത്തതായിട്ടൊരു വിഷയം കൂടെ വീണ്ടെടുപ്പ് വില എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 13-ാമത്തെ വാക്യം, 20-ാമത്തെ വയസ്സ് മുതൽ സെൻസസിൽ പേർവഴി ചാർത്തലിൽ എണ്ണപ്പെടുന്ന ഓരോ വ്യക്തിയും 1/2 ശേഖൽ അഥവാ 50 ഗ്രാം വെള്ളി കൊടുക്കണം. നിങ്ങൾ തന്നെ കണക്ക് കൂട്ടുവാൻ മിടുക്കർ ആകയാൽ ദയവ് ചെയ്ത് ഈ 12 ഗോത്രങ്ങളിൽ നിന്നും 6,03,550 പേർ എണ്ണപ്പെട്ടവരുണ്ട്. 6,03,550 പേർ എണ്ണപ്പെട്ടവരുണ്ട്. 50 ഗ്രാം വീതം ഒന്ന് കണക്ക് കൂട്ടിയാൽ എത്ര കിലോഗ്രാം വെള്ളി അവിടെ ശേഖരിക്കപ്പെട്ടു എന്നുകൂടെ ഗ്രഹിപ്പാൻ കഴിയും. ഈ വെള്ളി മുഴുവൻ ലേവി ഗോത്രത്തിന് കൊടുത്തു.
കാരണം എണ്ണപ്പെട്ടവരുടെ ആത്മീയ കർത്തവ്യം അവർക്കാകയാൽ അവരിൽ ആരെങ്കിലും വീണു പോകാതെ ആത്മീയമായി പരിരക്ഷിക്കേണ്ട ചുമതല അവർക്ക് കൂടെ ഉള്ളതാകയാൽ ഇത് മുഴുവൻ അവർക്ക് കൊടുത്തുവെങ്കിൽ പുതിയ നിയമ ഇസ്രയേലായി പുരോഹിതവർഗത്തിൽപ്പെട്ട് ശുശ്രൂഷകന്മാർ, അപ്പസ്തലന്മാരാകട്ടെ, സ്തോത്രം, പ്രവാചകന്മാരാകട്ടെ, സുവിശേഷകന്മാരാകട്ടെ, ഇടയന്മാരാകട്ടെ, ഉപദേഷ്ടാക്കന്മാരാകട്ടെ, എഫെസർക്കെഴുതിയ 4-ാം അധ്യായത്തിലെ വിഷയമായി പറഞ്ഞത്, ചുമതല ഏറ്റെടുത്താൽ അവരുടെ ശുശ്രൂഷാ മണ്ഡലത്തിലുള്ള അത് സഭയാകട്ടെ, ഈ ഒരു കർത്തവ്യബോധം ഗ്രഹിച്ച ശേഷം മാത്രമേ ശുശ്രൂഷ എടുക്കാവൂ എന്നുകൂടെ ഓർത്തിരിക്കണം. എണ്ണപ്പെട്ട ജനത്തിൻ്റെ ഭീമമായ തുക മുഴുവൻ ലേവി ഗോത്രത്തിന് കിട്ടിയെങ്കിൽ ആത്മീയ ഗോളത്തിലെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാർ അവിടെ നിന്നും ഇവിടെ നിന്നും ശേഖരിച്ച ഏക്കർ കണക്കിനും മാടി കെട്ടിടങ്ങൾ പല നിലകളിലും പണിതുകൂട്ടി പലവിധമായ ബിസിനസ്സുകളിലും മറ്റും പണം ശേഖരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഏറ്റിരിക്കുന്ന ശുശ്രൂഷാ മണ്ഡലത്തിലുള്ള വിശ്വാസികളുടെ ചുമതല, കർത്തവ്യബോധം കൂടെ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് മറന്നു പോകരുത്. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ലേവ്യർക്ക് പേർവഴി ചാർത്തലിൽ വെള്ളി കൊടുത്തു വീണ്ടെടുപ്പ് നടത്തിയില്ല. ഇതിൽ ആത്മീയർ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് പത്രോസിന് 1-ാമത്തെ ലേഖനത്തിൽ എഴുതിയ, നിങ്ങളെ വീണ്ടെടുത്തത് മറ്റു ഗോത്രങ്ങളെ വീണ്ടെടുത്തതുപോലെ വെള്ളിയും പൊന്നും കൊണ്ടല്ല. പിന്നെ പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തെ വീണ്ടെടുത്തത് യേശുക്രിസ്തു എന്ന നിർദോഷവും വിലയേറിയതുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. കണക്ക് കൊടുത്തേ മതിയാവൂ. അതുപോലെ ഭീമമായ വില കൊടുത്താണ് ആത്മാക്കളെ ദൈവപുത്രൻ വീണ്ടെടുത്തത്. അടുത്തത് പാളയത്തിന്റെ ക്രമീകരണമാണ്, ഓർഡർ ഓഫ് ദ ക്യാമ്പ്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പാളയം കിഴക്ക് 3 ഗോത്രങ്ങൾ, യഹൂദ, ഇസാഖാർ, സെബുലൂൻ. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് രൂബേൻ ഗോത്രം, ശിമിയോൻ ഗോത്രം, ഗാദ് ഗോത്രം. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും പാളയത്തിന്റെ തെക്കു ഭാഗത്ത് ശ്രദ്ധിക്കുക, പാളയത്തിന്റെ തെക്ക് ഭാഗത്ത് ഇനിയും ശ്രദ്ധിക്കുന്നത് പാളയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എഫ്രയീം, മനശ്ശെ, ബെന്യാമീൻ. പാളയത്തിന്റെ വടക്കു ഭാഗത്ത് സംഖ്യാപുസ്തകം 2-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ദാനും ആശീറും നഫ്താലിയും. അപ്പൊ 4 ഭാഗങ്ങളിൽ പാളയം അടിക്കപ്പെട്ടിരിക്കുന്ന ഗോത്രങ്ങളുടെ വിഷയം നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു. 1 സ്തോത്രം കിഴക്ക് ഭാഗത്ത്, 2 തെക്ക് ഭാഗത്ത്, 3 പടിഞ്ഞാറ് ഭാഗത്ത്, 4 വടക്ക് ഭാഗത്ത് ദൈവത്തിൻ്റെ നിവാസം സ്ഥിതി ചെയ്യുന്ന പെട്ടകം കേന്ദ്രബിന്ദുവായിരിക്കുന്ന സമാഗമന കൂടാരം പാളയത്തിൻ്റെ നടുക്ക്. എത്ര അനുഗ്രഹീതമായ ദൈവവചനം! പുതിയ നിയമത്തിൽ എബ്രായർ 9:9 ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ യേശുക്രിസ്തുവാണെന്ന്. അങ്ങനെയാകുന്നുവെങ്കിൽ മത്തായി സുവിശേഷം 18:20 ദൈവപുത്രൻ പറഞ്ഞു, കൂടി വരുന്ന പാളയമാകുന്ന സഭാ വിശ്വാസികൾ അവരുടെ നടുവിൽ യേശുക്രിസ്തു വസിക്കുന്നു. നോക്കുക, 2 താരതമ്യങ്ങൾ തുടർന്നു പഠിക്കേണ്ടതാകയാൽ ഇപ്പോൾ ഇവിടെ ഞാൻ നിർത്തുന്നു. 7ാമത് അവരുടെ അണിവകുപ്പ്, അവരുടെ മാർച്ച്, ഒരു പാളയത്തിൽ നിന്ന് അടുത്ത പാളയത്തിലേക്ക് പോകുന്ന മാർച്ച്. അത് അടുത്തതായി ചിന്തിക്കാം. കർത്താവെ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും അനുഗ്രഹിക്കണം എന്ന് പുത്രന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.